ഹലോ സ്റ്റുഡൻസ്, വെൽക്കം. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്ന ഒരു ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇത് വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. +2 മുതൽ ഡിഗ്രി, PG എല്ലാ കോഴ്സുകളിലും വരുന്നൊരു വളരെ സിമ്പിളായിട്ടുള്ള ടോപ്പിക്കാണ്. അപ്പോൾ ചോദ്യം വായിക്കുന്നു. The following are the data on advertising expenditure given in 1,000 rupees and sales in lakhs in a company. നമുക്ക് എക്സ്പെൻഡിച്ചർ തന്നിട്ടുണ്ട്, സെയിൽസ് ലക്ഷങ്ങളിൽ തന്നിട്ടുണ്ട്. ഡിറ്റർമൈൻ ദ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ ദം ആൻഡ് ഇൻ്റർപ്രെറ്റ് ദ റിസൾട്ട്. നമ്മൾക്ക് കോറിലേഷൻ കാണാൻ വേണ്ടിയിട്ട് പല മെത്തേഡുകളുണ്ട്. കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് മെത്തേഡ് ഉണ്ട്, സ്പിയർമാൻ റാങ്ക് കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് മെത്തേഡ് ഉണ്ട്, കോഎഫിഷ്യൻറ്റ് ഓഫ് ഡിറ്റർമിനേഷൻ എന്ന് പറഞ്ഞൊരു മെത്തേഡ് ഉണ്ട്. അപ്പോൾ വളരെയധികം മെത്തേഡ്സ് നമുക്ക് അവൈലബിൾ ആണ്. പക്ഷേ നമ്മൾ ഈ ഒരു പ്രോബ്ലം നമ്മൾ ഇന്ന് സോൾവ് ചെയ്യുന്നത് കാൾ പിയേഴ്സൺ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് എന്ന് പറയുന്ന മെത്തേഡ് ഉപയോഗിച്ചിട്ടാണ്. ഓക്കെ, അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ സോൾവിങ് യൂസിങ് കാൾ പിയേഴ്സൺ കോഎഫിഷ്യൻറ്റ് ഓഫ് കോറിലേഷൻ, ഞാൻ ഇതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ട് എന്താണ് കാൾ പിയേഴ്സൺ, എങ്ങനെ ഇത് സോൾവ് ചെയ്യുന്നതിൻ്റെ ഒരു വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. ഞാൻ ലിങ്ക് കൊടുക്കുന്നുണ്ട്, നിങ്ങളതൊന്ന് കാണുക. ഓക്കെ, അപ്പോൾ കാൾ പിയേഴ്സന് വേണ്ടിയിട്ട് നമ്മൾക്ക് കുറച്ച് റോയും കോളവും, അല്ലെങ്കിൽ ഫസ്റ്റ് ആൻഡ് ഫോർമോസ്റ്റ് കാൾ പിയേഴ്സിൻ്റെ ഒരു ഫോർമുലയുണ്ട്. നമുക്ക് ആ ഫോർമുല നമ്മൾ സ്ക്രീനിൽ ഡിസ്പ്ലേ ചെയ്യുന്നു. ഫോർമുല ഇങ്ങനെയാണ്: R is given by sigma x minus x bar into y minus y bar by the whole root of x into x minus x bar the whole square sigma y minus y by the whole square. Now മാത്സിന് അധികം ഇഷ്ടമില്ലാത്ത കുട്ടികൾക്ക് ഒരു പക്ഷേ ഈ ഫോർമുല കാണുമ്പോൾ ചെറിയൊരു പേടിയൊക്കെ തോന്നിയേക്കാം. സോ ഡോണ്ട് വെറി അറ്റ് ഓൾ. ഞാൻ വളരെ സിമ്പിളായിട്ട് കാര്യങ്ങൾ എക്സ്പ്ലെയിൻ ചെയ്യാം, അതനുസരിച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഏറ്റവും ആദ്യം നിങ്ങൾ ഇങ്ങനെ ഒരു പുതിയൊരു ഷീറ്റ് എടുക്കാം, അല്ലെങ്കിൽ ഒരു പേജ് എടുക്കാം. സാധാരണ നിങ്ങൾ ബുക്കിൽ ചെയ്യുമ്പോൾ ബുക്ക് ഒന്ന് വെർട്ടിക്കലി തിരിച്ചു വെക്കുക, കാരണം കുറച്ച് റോയും കോളം വരുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് തിങ്ങിപ്പോവും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് ക്വസ്റ്റ്യനിൽ തന്നേക്കുന്നത് ഞാനിത് ഓൾറെഡി ഇങ്ങനെ ചെയ്ത് വെച്ചേക്കാണ്. എനിക്കറിയാമല്ലോ പ്രോബ്ലം എങ്ങനെ സോൾവ് ചെയ്യാന്നുള്ളത്. അപ്പോൾ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നതിനെയാണ് നമ്മൾ എക്സ് എന്ന് വിളിക്കാൻ പോണേ. ഓക്കെ, അപ്പോൾ ഞാൻ എക്സ് എന്ന് വിളിച്ചു, അത് ഞാൻ താഴെ എഴുതി. ഇനി നമ്മളുടെ ഫോർമുലയിൽ അടുത്തതായി എനിക്ക് കാണേണ്ട ഒരു കാര്യമുണ്ട്, ദാറ്റ് ഈസ് എക്സ് ബാർ. വാട്ട് ഈസ് എക്സ് ബാർ? എക്സ് ബാർ എന്ന് പറയുന്നത് മീനാണ്, ദ മീൻ ഓഫ് ദ ഡേറ്റ ഗിവൺ എന്ന് പറഞ്ഞാൽ വളരെ സിമ്പിൾ. ഇതെല്ലാം കൂടി ആഡ് ചെയ്യാം. 18 + 19 + 20 + 21 + 22 23 25 എല്ലാം കൂടി ആഡ് ചെയ്യുക. എത്രണ്ണോടെന്ന് എണ്ണി നോക്കുക: 1 2 3 4 5 6 7. എല്ലാം കൂടി ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 7, വിച്ച് മീൻസ് 8. അപ്പോൾ അതിൻ്റെ ഉത്തരം 21 എന്ന് ലഭിച്ചു. നമ്മൾ എക്സ് ബാർ 21 എന്ന് ലഭിച്ചു. അപ്പോൾ എക്സ് കിട്ടി. അടുത്തത് നമ്മൾ കാണേണ്ടത് എക്സ് മൈനസ് എക്സ് ബാർ എന്ന് പറയുന്നതാണ്. എന്താണ് എക്സ് മൈനസ് എക്സ് ബാർ? നൗ ഇതാണ് നമ്മളുടെ എക്സ്, ആൻഡ് എക്സ് ബാർ നമുക്കിവിടെ ലഭിച്ചിട്ടുണ്ട്. സോ 18 മൈനസ് 21, 18 മൈനസ് 21. ഇതുപോലെ എല്ലാത്തിൻ്റെയും എഴുതണം. നമുക്ക് എക്സ് മൈനസ് എക്സ് ബാറിൻ്റെ വാല്യൂസ് ലഭിച്ചു. അടുത്തതായി കാണേണ്ടത് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. ഈ വാല്യൂവിൻ്റെ സ്ക്വയർ ആണ്, അതായത് -3യുടെ സ്ക്വയർ. -3യുടെ സ്ക്വയർ എന്താണ്? 9 ആണ്. നമ്മൾ ബേസിക്കലി ചെയ്യുന്നത് ഈ നെഗറ്റീവ് വാല്യൂസിനെ പോസിറ്റീവ് ആക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ ചെയ്യുന്നത്. കഴിഞ്ഞു. അപ്പോൾ നമുക്ക് എക്സ് മൈനസ് എക്സ് ബാർ കിട്ടി. ഇനി നമ്മൾ ചെയ്യുന്നത്, നമ്മളുടെ വൈ വാല്യൂ നമ്മളുടെ ക്വസ്റ്റ്യനിൽ തന്നിട്ടുണ്ട്, അത് ഞാൻ എടുത്ത് എഴുതി. അതിന് ഞാൻ വൈ എന്ന് കൊടുത്തു. അപ്പോൾ നേരത്തെ നമ്മൾ എക്സ് ബാർ ചെയ്ത പോലെ വൈ ബാറും കണ്ടുപിടിക്കണം. വൈ ബാർ കണ്ടുപിടിച്ചു. എങ്ങനെയാണ് ചെയ്യേണ്ടത്? എല്ലാം കൂടി ആഡ് ചെയ്യുക, ഡിവൈഡഡ് ബൈ 1 2 3 4 5 6 7, ഡിവൈഡ് ബൈ 7 ചെയ്യുക. നമ്മൾക്ക് വൈ ബാറിൻ്റെ ഉത്തരം 19 എന്ന് നമുക്ക് ലഭിക്കും. അപ്പോൾ വൈ ബാർ ഇസ് 19. അപ്പോൾ അടുത്ത എന്താ ചെയ്യേണ്ടത്? വൈ മൈനസ് വൈ ബാർ. വൈ മൈനസ് വൈ ബാർ, വൈ വാല്യൂസ് ഇവിടെ ഉണ്ട്. 17 മൈനസ് വൈ ബാർ ഇസ് 19. അങ്ങനെ എല്ലാത്തിനും ചെയ്യുന്നു. വൈ മൈനസ് വൈ ബാറിൻ്റെ ആൻസേഴ്സ് കണ്ടുപിടിച്ചു. ഇനി അടുത്തത് നേരത്തെ ഇവിടെ ചെയ്ത പോലെ വൈ മൈനസ് വൈ ബാർ ദ ഹോൾ സ്ക്വയർ. ഈ കിട്ടിയേക്കുന്ന ഉത്തരങ്ങളുടെ സ്ക്വയർ കണ്ടുപിടിക്കുക. എത്രയായിരിക്കും? സ്ക്വയർ 2 സ്ക്വയർ 4,
വൈ മൈനസ് വൈ ബാറിൻ്റെ സ്ക്വയറും ലഭിച്ചു. ഇനി ഏറ്റവും അവസാനമായി എക്സ് മൈനസ് എക്സ് ബാറിൻ്റെയും വൈ മൈനസ് വൈ ബാർ ഈ കോളവും ഇത് രണ്ടിൻ്റെയും കൂടി പ്രോഡക്റ്റ് മൾട്ടിപ്ലൈ ചെയ്യണം. ദാറ്റ് ഈസ് എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. ഏതൊക്കെയാണ് കോളംസ്? ഈ ഒരു കോളവും ഈ ഒരു കോളത്തിൻ്റെ ഉത്തരങ്ങൾ തമ്മിൽ മൾട്ടിപ്ലൈ ചെയ്യണം. അതായത് -3 ഇൻറ്റു -2 എത്ര കിട്ടും? -3 ഇൻറ്റു -2 6. അതുപോലെ -2 ഇൻറ്റു -2 4. ബാക്കിയെല്ലാം ചെയ്യുകയാണ്. അപ്പോൾ എല്ലാത്തിൻ്റെയും എക്സ് മൈനസ് എക്സ് ബാറിൻ്റെ വൈ മൈനസ് വൈ ബാർ വാല്യൂസ് എല്ലാം ഞാൻ മൾട്ടിപ്ലൈ ചെയ്തപ്പോൾ എനിക്കിങ്ങനെ കിട്ടി. ഇനി ചില കാര്യങ്ങൾ, ചില കോളംസ് നമ്മൾ ആഡ് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ എക്സ് മൈനസ് എക്സ് ബാറിൻ്റെ ടോട്ടൽ ഇതെല്ലാം കൂടി ആഡ് ചെയ്യണം. 9 + 4 + you will get 28. വൈ മൈനസ് വൈ ബാറിൻ്റെ ടോട്ടൽ കണ്ടുപിടിക്കണം. വൈ മൈനസ് വൈ ബാർ എല്ലാം കൂടി ആഡ് ചെയ്യുമ്പോൾ you will get 36. ഇതും ആഡ് ചെയ്യണം. ഇത് ആഡ് ചെയ്യുമ്പോൾ you will get 28. ഓക്കെ, അപ്പോൾ ഇതാണ് നമ്മളുടെ ടേബിളർ കോളം. ഇനി നമ്മൾ ലാസ്റ്റ് നമ്മളുടെ ഉത്തരത്തിലേക്ക് പോവുകയാണ്. നമ്മൾ ഫോർമുല ഞാൻ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു നേരത്തെ. എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ബൈ ഹോൾ റൂട്ട് ഓഫ് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ വൈ മൈനസ് വൈ ബാർ ദ ഹോൾ സ്ക്വയർ. നമുക്ക് ഈ വാല്യൂസ് ഇവിടെ ഓൾറെഡി നമ്മൾ കണ്ടുവച്ചിട്ടുണ്ട്. സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. എന്താണ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ? ഇതിൻ്റെ ടോട്ടലിനെയാണ് ഈ പറയുന്നത്. 28 സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. സോ ന്യൂമറേറ്റർ എന്ത് കിട്ടി? 28 എന്ന് കിട്ടി. ബൈ റൂട്ട് ഓഫ് സിഗ്മ എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയർ. എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയറിൻ്റെ ടോട്ടലിനെയാണ് നമ്മൾ സിഗ്മ എന്ന് വിളിക്കുന്നത്. അപ്പോൾ അത് എക്സ് മൈനസ് എക്സ് ബാർ ദ ഹോൾ സ്ക്വയറിൻ്റെ 28, അതും 28 തന്നെ. ഇൻറ്റു വൈ മൈനസ് വൈ ബാർ ദ ഹോൾ സ്ക്വയറിൻ്റെയോ 36. അപ്പോൾ 28 ഇൻറ്റു 36 എത്ര കിട്ടും? അത് that will be equal to 28 divided by root of 1008. വീണ്ടും ഇതൊന്നും കൂടി സിംപ്ലിഫൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്ന ഉത്തരം R is equal to 0.8825. ഇതാണ് നമ്മളുടെ ഫൈനൽ ആൻസർ. 0.8825 ആണ് നമ്മളുടെ കോഎഫിഷ്യൻ്റ് ഓഫ് കോറിലേഷൻ. നമ്മളുടെ ചോദ്യം നമ്മൾ ഒരിക്കൽ കൂടി വായിക്കണം. ഡിറ്റർമൈൻ ദ കോറിലേഷൻ കോഎഫിഷ്യൻറ്റ് ബിറ്റ്വീൻ ദം ആൻഡ് ഇൻ്റർപ്രറ്റ് ദ റിസൾട്ട്. ഈ ഇൻ്റർപ്രറ്റേഷന് പ്രത്യേകം മാർക്കുണ്ട്. ഉത്തരം മാത്രം കണ്ടുപിടിച്ചാൽ പോരാ, ഇൻ്റർപ്രറ്റേഷൻ ചെയ്യണം. ഞാനൊരു ടേബിളർ കോളം കൊടുക്കുന്നുണ്ട്. അതിൻ്റെ അകത്ത് കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എങ്ങനെയാണ് ഇൻ്റർപ്രറ്റ് ചെയ്യുന്നതെന്ന് ഇതിൽ കാണിക്കുന്നു. അപ്പോൾ നമ്മളുടെ വാല്യൂ ഇതിലെവിടെ കിടക്കുന്നത്? 0.8825 എന്ന് പറയുന്നത് സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷൻ. സ്ട്രോങ്, ഇതൊരു പോസിറ്റീവ് വാല്യൂ ആണല്ലോ, അതുകൊണ്ട് ഇത് പോസിറ്റീവ് കോറിലേഷൻ ആണ്. അപ്പോൾ ഇതിന് സ്ട്രോങ് ആണ്, 1 അടുത്ത് നിൽക്കുന്നത് കൊണ്ട് ഇത് സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷൻ. ഓക്കെ, അപ്പോൾ നമ്മൾ ഉത്തരം കണ്ടുപിടിച്ചു. കോറിലേഷൻ കോഎഫിഷ്യൻ്റ് എപ്പോഴും -1നും +1നും ഇടയിലാണ്. 0 ആണെങ്കിൽ നോ കോറിലേഷൻ, +1ൻ്റെ അടുത്ത് നിൽക്കുവാണെങ്കിൽ സ്ട്രോങ് പോസിറ്റീവ് കോറിലേഷൻ, -1ൻ്റെ അടുത്ത് നിൽക്കുവാണെങ്കിൽ സ്ട്രോങ് നെഗറ്റീവ് കോറിലേഷൻ. അപ്പോൾ അങ്ങനെ നമ്മളുടെ ഉത്തരം നമുക്ക് ലഭിച്ചു. അപ്പോൾ പ്രാക്ടീസ് പ്രോബ്ലം കൊടുക്കുന്നുണ്ട്, ചെയ്ത് നോക്കുക. താങ്ക് യു വെരി മച്ച്.